ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ നോവലിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. ഘാതകനെന്ന് ആണ് പേര്. നോവലിൻ്റെ KR മീര മേഡം എഴുതിയതാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കാം. ആകാശം രക്തം വാർന്ന് വിളറിയിരിക്കുന്നു. അച്ഛൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തലേന്ന് മുഴുവൻ കരഞ്ഞ് ഒച്ചയടഞ്ഞ കുട്ടികൾ മമ്മി മമ്മി എന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു. നിസ്സഹായത മുഴങ്ങുന്ന അവരുടെ ശബ്ദം അയാളുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി. പിത്തള മുട്ട് പതിച്ച ശവപ്പെട്ടിക്കുള്ളിൽ ഏഞ്ചല ഉറങ്ങി. രക്തമെന്നതുപോലെ വിഷാദവും പിരിമുറുക്കവും വാർന്ന് അവളുടെ മുഖം മാലാഹയുടേതായി. പ്രണയ നിർഭരമായ ഇണചേരലിനു ശേഷമുള്ള സ്വജ്ജനിദ്രയിലായിരുന്നു അവൾ. അയാൾക്ക് അവളെ സ്പർശിക്കണമെന്ന് തോന്നി. അവർ അതിനു മുൻപ് കണ്ടത് ആനിൻ്റെ ജന്മദിനത്തിൽ ആയിരുന്നു. അന്നും അയാൾക്ക് അവളെ സ്പർശിക്കണമെന്ന് തോന്നി. പക്ഷേ നഗരത്തിലെ ഒരു ജ്വല്ലറി ഉടമയുടെ റിസപ്ഷനിസ്റ്റ് ആയി കഴിഞ്ഞിരുന്നു അവൾ. ധനികയും പ്രൗഢയുമായ അവളെ സ്പർശിക്കുന്നതിൽ നിന്ന് കടം കയറി മുടിഞ്ഞ ബിസിനസ്സുകാരൻ്റെ അപകർഷത അയാളെ വിലക്കി. പിരിയുമ്പോൾ അവൾ അയാളുടെ കൈ കവർന്ന് നനഞ്ഞ കണ്ണുകളോടെ ചിരിച്ചു. ആ നേരത്തും അവളുടെ മുഖം മാലാഖയുടേതായി. 1000 പുരുഷന്മാരിൽ ഒരാൾക്ക് അവളെപ്പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടൂ എന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞു. അവൾ പൊട്ടിച്ചിരിച്ചു. വെറുതെയാണ്, സ്വന്തം ഭാര്യയല്ലാത്തത് കൊണ്ടാണ് ഈ താല്പര്യം. നീ എൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു ദിവസവുമില്ല. ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. സുനിതയെപ്പോലെ എന്നെയും മടുത്തേനെ. നിന്നെപ്പോലെ പാഷനേറ്റായ ഒരു സ്ത്രീയെ ഒരു പുരുഷന് മടുക്കും. സ്ത്രീകൾക്ക് പ്രേമവും കാമവും ഒന്നാണ്, പുരുഷന്മാർക്ക് അത് രണ്ടായിരിക്കാം. പിന്നെ സ്ത്രീകൾ സ്വാർത്ഥരാണ്. അവർക്ക് ജീവിത സുഖങ്ങളിൽ കവിഞ്ഞ് ആരോടും പ്രേമമില്ല, കാമവുമില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സുനിത ഒരിക്കലും പാഷനേറ്റായിരുന്നില്ല. പാവം, അവർക്ക് ഭയമായിരിക്കും. കാമപരവശനാണെന്ന കുറ്റപ്പെടുത്തൽ ഒരു സ്ത്രീയും താങ്ങില്ല. നീയും. അവൾ നിവർന്നു കിടന്നു ചിരിച്ചു. ഞാനും പ്രേമം മൂത്ത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ അയാളുടെ കൂടെ ഒളിച്ചോടിയത്. പക്ഷേ അയാൾ കാമഭ്രാന്തനെന്ന് വ്യാഖ്യാനിച്ചു. അയാൾ എൻ്റെ പ്രേമത്തെ കൊന്നു. അപ്പോൾ കാമവും മരിച്ചു. അവളുടെ പുഞ്ചിരി പെട്ടെന്ന് മങ്ങി. എന്നും വഴക്കായിരുന്നു. എന്നാലും ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ കൂട്ടുകാരൻ്റെ മുന്നിലേക്ക് അയാൾ എന്നെ എറിഞ്ഞു കൊടുത്ത ദിവസം. ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണുകളുടെ കോണുകളിലൂടെ കണ്ണുനീർ ഒലിച്ചു. സ്വയം കുത്തി മരിക്കാൻ തോന്നി അന്ന് എനിക്ക്. അയാൾ സങ്കടത്തോടെ അവളെ തഴുകി. അവൾ അയാളുടെ കൈപ്പത്തിയിൽ പിടിച്ചു. അത് അന്നത്തെ പ്രായത്തിൽ വിവരക്കേടിന് തോന്നിയതാണ്. ഇപ്പോഴറിയാം, ആണ്, പെണ്ണ്, കാമം, പ്രേമം ഒക്കെ വെറുതെയാണ്. ഇതൊന്നുമല്ല ജീവിതം. അവൾ അയാളുടെ നേർക്ക് മൂർച്ചയുള്ള തവിട്ട് കണ്ണുകൾ ഉയർത്തി. എന്തല്ല എന്നും അറിയാം. എന്താണ് എന്നറിയില്ല. പിന്നീട് അവൾ നെടുവീർപ്പിട്ടു. ഇപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞുങ്ങളാണ് വലുത്. അമ്മയ്ക്ക് കുഞ്ഞിന് അമ്മയോടുള്ളതും മാത്രമേ ലോകത്തിന് ശാശ്വതമായ സ്നേഹമായുള്ളൂ. അയാൾ നെടുവീർപ്പിട്ടു. എന്തിനായിരുന്നു ഈ കുഞ്ഞുകൂടി? നിങ്ങളോടുള്ള സ്നേഹം തെളിയിക്കാൻ എനിക്ക് വേറെ മാർഗമില്ല. സ്നേഹം, അതാണല്ലോ നീ എന്നെ വിട്ട് പണക്കാരനെ കണ്ടുപിടിച്ചത്. അയാൾ അസൂയയോടെ അവളെ തള്ളി. അവൾ ഗൗരവത്തോടെ നോക്കി. കുഞ്ഞുങ്ങളെ വളർത്തണം, വലുതാക്കണം. അതിന് പണം വേണം. ആവശ്യത്തിന് പണമായാൽ നോക്കിക്കോ, ഞാൻ കന്യാസ്ത്രീയാകും. എന്നെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്ക് അത്രയൊക്കെ കഴിയും. അവളുടെ മുഖം ഓർത്തപ്പോൾ അയാളുടെ നെഞ്ചു പിടഞ്ഞു. ഇനി കാണാത്ത മുഖം, ഇനി കേൾക്കാത്ത ശബ്ദം. അവരവളെ കുഴിയിലേക്ക് കെട്ടിയിറക്കുകയായിരുന്നു. മണ്ണ് വീണ പെട്ടി കൂടി മറഞ്ഞപ്പോൾ കുട്ടികൾ കുഴഞ്ഞു വീണു. അയാൾ അയറിനെ വാരിയെടുത്ത് തോളിലിട്ടു. ജയമോഹൻ്റെ ഭാര്യ ആനിനെ
ചേർത്ത് പിടിച്ചു. കുട്ടികളുടെ ശൂന്യമായ ഏങ്ങലടികൾ സെമിത്തേരിയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ രക്തം കാലടികളിൽ ഒട്ടിപ്പിടിച്ചതിൻ്റെ നനവ് കുട്ടികളിൽ അവശേഷിച്ചു. നരേന്ദ്രൻ്റെ തോളിൽ ഒട്ടിക്കിടന്ന ഐറൻ പാതിമയക്കത്തിൽ അലക്സാണ്ടറുടെ രൂപം വീണ്ടും കണ്ടു. അമ്മയുടെ മരണം അവൾ വീണ്ടും അനുഭവിച്ചു. ആ കാഴ്ച ഇനിയൊന്നും അവളുടെ കണ്ണുകളിലൊട്ടും. അന്ന് ഏഞ്ചല കൊല്ലപ്പെട്ട ദിവസം ചിരിച്ച് രസിച്ച് വീട്ടിലെത്തുമ്പോൾ മെഴുകുതുള്ളികൾ പോലെ മഴ ഇറ്റുവീണു. അപ്പോഴാണ് അലക്സാണ്ടർ വന്നത്. വാതിൽ അടച്ചിരുന്നില്ല. ഐറൻ യൂണിഫോം കളഞ്ഞ് ജട്ടി മാത്രം ധരിച്ച് പച്ച നിറത്തിലുള്ള ഒരു ബർത്ത്ഡേ ക്യാപ്പുമായി കടന്നു വരികയായിരുന്നു. മമ്മി എന്ന് വിളിച്ച് അവൾ അമ്പരപ്പോടെ നിന്നു. പിന്നെ തൻ്റെ അർദ്ധനഗ്നതയിൽ നാണിച്ച് അകത്തേക്കോടി. ഏഞ്ചല മുത്തും ജെറിയും പതിച്ച ചന്ദന ഷിഫോൺ സാരിയുടെ മുന്താണി ഇടുപ്പിൽ കുത്തിനിന്ന് മേശപ്പുറത്ത് കേക്ക് സെറ്റ് ചെയ്യുകയായിരുന്നു. കത്തി ഒരു നാപ്കിനിൽ തുടച്ച് സാറ്റിൽ റിബൺ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ അയാളെ കണ്ടത്. ഏഞ്ചല ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അവർ പരസ്പരം ഏതാനും നിമിഷം നോക്കി നിന്നു. അയാൾ ആചാനുബാഹുവായ, മുഖത്ത് അലിവില്ലാത്ത ഒരുവനായിരുന്നു. ഇടംകവളിൽ ഒരു കത്തിക്കുത്തിൻ്റെ സ്വിച്ച് ഉണങ്ങാൻ. അവൾ പ്രേമിച്ച കാലത്ത് അയാൾക്ക് അവിടെ ഒരു മറുകുണ്ടായിരുന്നു. അലക്സ്. അവൾ സാറ്റിൻ റിബൺ കെട്ടിയ കത്തി ചുണ്ടിൽമേൽ വെച്ച് അമ്പരപ്പോടെ പുഞ്ചിരിച്ചു. എത്ര കാലമായി കണ്ടിട്ട്. എവിടെയായിരുന്നു അപ്പോൾ? എന്നെ മറന്നില്ല അല്ലേ? അവൾ സംസാരിക്കുന്നതിനിടയിൽ കേക്കിൻ്റെ മുകളിലെ കവർ തുറന്നു വെച്ചു. ഇന്നെൻ്റെ വാവയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇന്ന് തന്നെ അലക്സ് വന്നല്ലോ, നന്നായി. അലക്സാണ്ടറുടെ തടിച്ച മുഖം മുറുകി. പേശികൾ രക്തം ഇരമ്പിച്ചു വന്നു. മുഷിച്ച നീല ഷർട്ടിൻ്റെ കൈ ഉയർത്തി അയാൾ ചെന്നിയിലെ വിയർപ്പ് തുടച്ചു. അവളെ കോപത്തോടെ നോക്കി. ഇടുപ്പിൽ കുത്തിയ സാരിക്കിടയിലെ മാംസളമായ വയറ്റിൽ അയാളുടെ കണ്ണ് തറച്ചു. അപ്പോഴാണ് ഐറനും മുറിയിലേക്ക് വന്നത്. അയാളെ കണ്ടതും ആൻ ഐറനെ അടക്കി പിടിച്ചു. ആനിന് അപ്പയെ ഓർമ്മയുണ്ടായിരുന്നു. അപ്പ അവൾക്ക് രക്തത്തിലെ അവ്യക്ത ഭീതിയായിരുന്നു. ഐറൻ ചേച്ചിയുടെ മുഖത്തും അമ്മയുടെ മുഖത്തും മാറി മാറി നോക്കി. കരയാൻ ചുണ്ടുകൾ വളച്ചു. ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? എന്താ ഇത്ര ക്ഷീണിച്ചത്? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പഴയ സി പിടുത്തം തന്നെയാണോ? ഏഞ്ചൽ അന്വേഷിച്ചു. അയാൾ മറുപടി പറയാതെ അവളെ സമീപിച്ചു. അവളുടെ നല്ല വീട്, നല്ല കുഞ്ഞുങ്ങൾ, നല്ല ശരീരം, വീട്ടിലെ വെളിച്ചം, നേർത്ത സുഗന്ധം, പിന്നെ അവളുടെ ചിരി. അയാളുടെ രക്തം തിളച്ചു. അയാൾ കൈനീട്ടി ആ കത്തി പിടിച്ചു വാങ്ങി. സാറ്റിൻ റിബൺ ബോയിൽ പരിഹാസത്തോടെ നോക്കി. ഏഞ്ചല ചുണ്ടുകൾ മലരുന്ന പുഞ്ചിരിയോടെ എന്തോ പറയാനൊരുങ്ങി. അപ്പോഴേക്ക് കുത്തി കഴിഞ്ഞിരുന്നു. അവളുടെ മാംസളമായ വയറ്റിൽ കത്തി പ്രതിരോധമില്ലാതെ കയറി. കുട്ടികൾ കണ്ണ് തുറിച്ച് വായ പിളർന്നു. അപരാധി മോളെ, എന്നെ വഞ്ചിച്ചിട്ട് നീ വ്യഭിചരിച്ച് സുഖമായിരിക്കുന്നുവല്ലേ എന്ന് പല്ല് ഞെരിച്ച് ശപിച്ച് അലക്സാണ്ടർ കത്തി വലിച്ചൂരി വീണ്ടും കുത്തി. ഏഞ്ചല പിടഞ്ഞു. മമ്മി, എനിക്ക് ഗിൽറ്റ് പെൻസിൽ വേണം. ഇംഗ്ലീഷ് മിസ് പറഞ്ഞു. നാളെ ചെല്ലുമ്പോൾ ഗിൽറ്റ് പെൻസിൽ വേണം. നരേന്ദ്രൻ്റെ ചുമലിൽ ഐറിൻ പുലമ്പി. ചേച്ചി പോണ്ട ചേച്ചി, എൻ്റെ അടുത്ത് വേണം. നമുക്ക് ഐസ്ക്രീം തിന്നാൻ പോണം മോളെ. അയാൾ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ തോളിൽ തട്ടി. മമ്മി ഇന്നു പോണ്ട. ഓഫീസിലും പാർട്ടിക്കും പോണ്ട. എൻ്റെ അടുത്തിരിക്കണം. എനിക്ക് മമ്മിയുടെ നെഞ്ചിൽ കിടക്കണം. എന്ത് സുഖം മമ്മിയുടെ നെഞ്ചിൽ കിടക്കാൻ. അയാൾക്ക് ഹൃദയം കീറി പറഞ്ഞ് രണ്ടാവുന്നത് അറിയാമായിരുന്നു. ഒരു കേക്ക് പോലെ ആരോ ഹൃദയത്തിലൂടെ കത്തി പതിയെ
പായിച്ചു. വായ്ത്തല മാംസത്തിൽ ആഴ്ന്നു. രക്തം അതിസാവധാനം പൊടിഞ്ഞു. രക്തം ഉണങ്ങുമ്പോൾ ഒട്ടുന്ന മറുകായിത്തീരുന്ന രക്തം. കൊല്ലപ്പെടുമ്പോൾ ഏഞ്ചല ചിരിച്ചു. അവൾക്ക് വേദനിച്ചില്ല. കാരണം അയാൾ അതിനൊക്കെ എത്രയോ മുമ്പേ അവളെ കൊന്നു. അവളുടെ ഇളം പച്ച നൈലക്സ് സാരിയുടെ മുന്താണിയിൽ അലക്സാണ്ടറുടെ കൂട്ടുകാരൻ കൈവച്ച ദിവസം. അന്ന് അവൾ കൈകൂപ്പി അരുതേ എന്ന് യാചിച്ചു. അലക്സേ എന്ന് വിളിച്ചു നിലവിളിച്ചു. കൂട്ടുകാരൻ നാവ് നുണഞ്ഞ് അവളുടെ മേൽ ചാടി വീണു. അന്നാണ് ഏഞ്ചല കൊല്ലപ്പെട്ടത്. ജഡമായ ശരീരത്തെ അയാൾ പൂച്ച എലിയെ എന്നതുപോലെ തട്ടിക്കളിക്കുമ്പോൾ അവൾക്ക് വാതിൽക്കൽ അമ്പരന്ന ആനിൻ്റെ കുഞ്ഞിക്കണ്ണുകൾ കണ്ടു. അന്നാണ് ഏഞ്ചല കൊല്ലപ്പെട്ടത്. ഏഞ്ചലയെ ജീവിതം വീണ്ടും ചതിച്ചു. മരണത്തിന് അവളെ കൂട്ടിക്കൊടുത്തു. കത്തി തുളച്ചു കയറുമ്പോൾ ഇടം കണ്ണിൽ അവൾ കുട്ടികളെ കണ്ടു. 4 മിടിച്ച കണ്ണുകൾ. ഏഞ്ചലയുടെ ചങ്ക് പിടഞ്ഞു. കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അവൾ മുന്നോട്ട് പറന്നു. ചിറകറ്റ് വീണു. കത്തി ഇതിനിടെ പുറത്തേക്ക് ഊരിയെടുക്കപ്പെട്ടു. വീണ്ടും തറഞ്ഞു. 2 കുത്തുകൾ, 2 മുറിവുകൾ, 2 വലിയ മുറിവുകൾ. അവൾ കരഞ്ഞില്ല. ഏഞ്ചലയെ കരയിപ്പിക്കാൻ ശരീരത്തിന് കഴിയില്ല, ജീവിതത്തിന് കഴിയില്ല, അലക്സിന് കഴിയില്ല. ആൻ കണ്ണടയ്ക്കുമ്പോൾ തുറിച്ച കണ്ണുകൾ കണ്ടു. മമ്മിയുടെ പിടച്ചിൽ. കത്തി കയറിയപ്പോൾ മമ്മിക്ക് വേദനിച്ചു. മമ്മി പിടഞ്ഞു, പുളഞ്ഞു. പക്ഷെ കരഞ്ഞില്ല. മമ്മിക്ക് കരച്ചിലില്ല. കണ്ണീരിനെ മമ്മി മന്ത്രപടി ചുഴറ്റി പുഞ്ചിരിയാക്കും. മമ്മിക്ക് പേടിയുമില്ല. പേടിയെ മമ്മി തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിടും. ഒരിക്കൽ ജ്വല്ലറി മുതലാളിയോട് ഏഞ്ചല വഴക്കിട്ടു. അത് ആൻ കണ്ടു. അന്ന് രാത്രി ഏഞ്ചല ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി ബാബയ്ക്ക് സിൻഡ്രലയുടെ കഥ പറഞ്ഞു കൊടുത്ത് 2 ചപ്പാത്തി കഴിപ്പിച്ചു. ഡൈനിങ് ടേബിളിന് ഒരു ഷിമ്മി മാത്രമിട്ട് വളഞ്ഞിരുന്ന് അവൾ പിളർന്ന വായോടെ കഥ കേട്ടു. ഇടയ്ക്കിടെ അവൾ ചവയ്ക്കാൻ മറന്നു. ഇടയ്ക്കിടെ അവൾ വായ് തുറക്കാൻ മറന്നു. കേട്ടിട്ടുള്ള കഥയാണെങ്കിൽ ആനും ശ്രദ്ധിച്ചു. അപ്പോഴാണ് അയാൾ വന്നത്. അയാൾ മദ്യപിച്ചിരുന്നു. ഒരു ടാർവിപ്പയെ ശരീരം ഉരുട്ടി അയാൾ അകത്തേക്ക് കയറി. ഏഞ്ചലയുടെ മുഖം കറുത്തു. 10:30 കഴിഞ്ഞല്ലോ മുതലാളി. ഏഞ്ചല ശബ്ദമടക്കി. ഓ എൻ്റെ പൊന്നെ, എനിക്ക് കാത്തിരിക്കാൻ വയ്യ. കുഞ്ഞുങ്ങൾ ഉറങ്ങിയില്ല. അവരുറങ്ങിക്കോളും. അയാൾ അവളെ ചേർത്തണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ആൻ എഴുന്നേറ്റ് വന്നു. ഏഞ്ചലയുടെ രക്തം തിളച്ചു. കുഞ്ഞുങ്ങൾ കാണും. അവൾ വേവലാതിപ്പെട്ടു. അവരും കണ്ടു പഠിക്കട്ടടി. മുതലാളി ചിരിച്ചു. എച്ചിൽ കൈ വലിച്ച് മുതലാളിയുടെ കരണത്തൊന്ന് കൊടുത്ത മമ്മിയുടെ മുഖം ആൻ മറക്കില്ല. ഇറങ്ങേൻ്റെ മുന്നിന്ന് ഏഞ്ചല. അയാൾ കവൾ പൊത്തി മിഴിച്ചു നോക്കി. ഇല്ലെങ്കിൽ അടുക്കളയിൽ കത്തിയുണ്ട്, കുത്തിക്കയറ്റി ഞാൻ. മുതലാളി കുറച്ചു നേരം തൊഴിലാളിയെ നോക്കി നിന്നു. പിന്നീട് ഇറങ്ങിപ്പോയി. അപ്പോൾ മമ്മി തിരിഞ്ഞു നിന്ന് ആനിനെയും പേടിച്ച് അവൾക്കു പിന്നിൽ നിന്ന ബാവയെയും നോക്കി. പതിയെ കണ്ണിറുക്കി ചിരിച്ചു. ചുമ്മാ ഒരു തമാശ. മക്കൾ പേടിച്ചോ? ഏഞ്ചല അവരെ വായി കഴുകിച്ചു. നൈറ്റ് ഡ്രസ് ഇടിയിച്ചു. ബാത്റൂമിൽ കൊണ്ടുപോയി. ഫാൻ പാകത്തിന് കറക്കി. 2 ആളെയും ഇരുവശത്തും കിടത്തി പതിയെ ചുമരിൽ താളം കൂട്ടി. അയാൾ എന്തു ചെയ്യാനാ? മമ്മിയുടെ അടുത്തേക്ക് വന്നത്. ആൻ കണ്ണുകൾ പാതിയടച്ച് ദുർബലമായ ശബ്ദത്തിൽ ചോദിച്ചു. എന്തു ചെയ്യാൻ? ഏഞ്ചല ചിരിക്കാൻ ശ്രമിച്ചു. കൊല്ലാനോ? ഏയ്, അമ്മയെ ആരും കൊല്ലില്ല. അവൾ ബാബയെ നേരെ കിടത്തി. ആനിന് നേരെ തിരിഞ്ഞ് അവളെ മാറോട് മർത്തി. ഉറങ്ങിക്കോ അമ്മയുടെ പൊന്നുമോൾ, ഉറങ്ങിക്കോ. 2 കുട്ടികളും ഉറങ്ങിയപ്പോൾ വീടിനുള്ളിൽ ഭാരമുള്ള നിശബ്ദത ഒട്ടിപ്പിടിച്ചു. ഏഞ്ചല നരേന്ദ്രനെ വിളിച്ചു. ആ രാത്രി നരേന്ദ്രൻ ഓർത്തു. സുനിത ഉറങ്ങിയിരുന്നില്ല. നമ്പർ കണ്ടപ്പോൾ നരേന്ദ്രൻ ഫോണുമായി ബാത്റൂമിലേക്ക് പോയി. അയാൾ ശബ്ദമമർത്തി അന്വേഷിച്ചു. ഒരു കുഴപ്പമുണ്ടായി. ആ മുതലായി കുടിച്ചു പിമ്പിരിയായി കയറി വന്ന് ഞാനൊന്ന് കൊടുത്തു. നന്നായി. നരേന്ദ്രൻ ശബ്ദമമർത്തി ചിരിച്ചു. ആ ജോലി മാറാൻ സമയമായി എന്നു ഞാൻ വിചാരിച്ചതേയുള്ളൂ.
നിനക്കല്ലെങ്കിലും ആണുങ്ങളെ പെട്ടെന്ന് മടുക്കും. ഏഞ്ചല ദുർബലമായി ചിരിച്ചു. അതിന് അയാൾ എന്നെ വിടില്ല. നിനക്ക് അയാളെ വിടാൻ ഇഷ്ടമല്ലെന്ന് പറ. ഇങ്ങനെ അസൂയപ്പെടാതെ അവൾ ചിരിച്ചു. എനിക്കറിയാം, ശരീരം വിൽക്കുന്നത് പാവമാണ്. ഞാൻ വിൽക്കുന്നത് ശരീരമല്ല, അനുതാപമാണ്. പാവം ആ ജ്വല്ലറിക്കാരനോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ജീവിതത്തിലൊരിക്കലും അയാളെ ആരും പ്രേമിച്ചിട്ടില്ല. പ്രേമം അഭിനയിച്ചിട്ടേ ഉള്ളൂ. അതാകട്ടെ അയാളോടല്ല, അയാളുടെ പണത്തോടാണ്. അത് അയാൾക്കറിയാം. അതിൻ്റെ പേരിലല്ലാതെ അയാളെ ആർക്കും പ്രേമിക്കാൻ സാധ്യമല്ലെന്ന്. അവൾ ചിരിച്ചു. അതുകൊണ്ടാണ് സഹതാപം തോന്നി നീ അയാൾക്ക് കുറച്ച് പ്രേമം കൊടുത്തുക്കുന്നു. അവൾ പിന്നെയും ചിരിച്ചു ചുണ്ടുകൾ മലർത്തി. അങ്ങനെയല്ല, ഞാൻ അയാളെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അയാളോട് ക്ഷമിക്കാൻ കഴിയുന്നു. എന്ന് എൻ്റെ ആനിനോട് ഞാൻ ക്ഷമിക്കില്ലേ? എൻ്റെ വാവയോട് ഞാൻ ക്ഷമിക്കില്ലേ? എന്നാൽ പിന്നെ അലക്സാണ്ടറിനോടും ക്ഷമിക്ക്. അലക്സാണ്ടറുടെ പ്രശ്നം എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. എന്നെ അർഹിക്കുന്നില്ലെന്ന് അയാൾക്കറിയാം. അത് സമ്മതിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അയാൾ എന്നെ വ്യഭിചാരത്തിലേക്ക് തള്ളിവിട്ടത്. വെടക്കാക്കി തനിക്കാക്കാൻ അന്നെനിക്കത് മനസ്സിലായില്ല. അവൾ നെടുവീർപ്പിട്ടു. എന്നാൽ പിന്നെ എന്നെ വെറുതെ ഇങ്ങനെ വിട്ടിയാക്കേണ്ടിയിരുന്നില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പണത്തിൻ്റെ പേരിലല്ല, നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിൻ്റെ പേരിലാണ്. പിന്നെ എനിക്ക് ആ മറുകും വേണമായിരുന്നു. അയാളുടെ ഒച്ചയടഞ്ഞു. ഏഞ്ചല, എനിക്ക് നീ ഇല്ലാതെ വയ്യ. ഫോണിൽ ഏഞ്ചല ചിരിച്ച് അവൾ ചുമന്നു. പിന്നീട് ഓർക്കപ്പുറത്ത് ഏഞ്ചല ആ ജ്വല്ലറി മുതലാളിയെക്കുറിച്ച് പറഞ്ഞു. ചെകുത്താൻ, അവൻ്റെ പല്ലുകൾ കണ്ടിട്ടുണ്ടോ? വേദന കാണുമ്പോഴുള്ള ചിരി കണ്ടിട്ടുണ്ടോ? അസൽ കഴുതപ്പുലി. എൻ്റെ ശരീരം വന്നു നോക്കൂ. ചോര ചത്ത പാടുകൾ എണ്ണിയാൽ തീരില്ല. നെഞ്ചിലൊരു കടിയേറ്റത് പഴുത്തു. ഒരാഴ്ച മരണവേദന തിന്നു. ഓർക്കുമ്പോൾ സഹതാപം. ഇവനൊന്നും നല്ല ഗർഭപാത്രത്തിൽ കിടന്നിട്ടില്ല. പറഞ്ഞതെല്ലാം തമാശയാണ്. അവൾ ചിരിച്ചു. ഇടയ്ക്ക് ഒച്ചയിടറി. പിന്നെയും ചിരിച്ചു. അന്ന് രാത്രി മുഴുവൻ മരിച്ചുറങ്ങുന്ന സുനിതയ്ക്കരികിൽ നരേന്ദ്രൻ ശബ്ദമില്ലാതെ കരഞ്ഞു. അലക്സാണ്ടർ ദുഷ്ടനാണ്. അയാൾ കൊന്നത് ഏഞ്ചലയല്ല, തന്നെയാണ്. അലക്സാണ്ടർ വിഡ്ഢിയുമാണ്. അവളെ കൊല്ലാൻ കുത്തേണ്ടിയിരുന്നത് അവളെയും കുട്ടികളെയുമാണ്. ആനും അങ്ങനെ വിചാരിച്ചു. അപ്പയ്ക്ക് ഞങ്ങളെ കൂടി കൊല്ലാമായിരുന്നു. മമ്മിയില്ലാതെ ഇനി എന്തു ചെയ്യും? ഇനി അവർ എവിടെ താമസിക്കും? രാവിലെ ആര് ദോശ ചുടും? ആര് ചട്നി ഉണ്ടാക്കും? വാവയ്ക്ക് ആര് ടോസ്റ്റ് ഉണ്ടാക്കും? അവൾക്ക് ആരും ഹോംവർക്ക് പറഞ്ഞു തരും? ഉറക്കത്തിൽ കിടന്ന് മുള്ളാതിരിക്കാൻ വാവയെ ആര് ബാത്റൂമിൽ കൊണ്ടുപോകും? ഉരുണ്ടു വീണ് മുട്ട് പൊട്ടുമ്പോൾ ആര് മരുന്ന് തേച്ച് തരും? കരയുമ്പോൾ ആര് ചിരിപ്പിക്കും? ഇനിയിപ്പോൾ എന്തു ചെയ്യും നരേന്ദ്രൻ സാറേ? ജയമോഹൻ കാരുണ്യത്തോടെ ചോദിച്ചു. ഈ കുട്ടികളെ എങ്ങോട്ട് വിടും? എങ്ങോട്ടാണ് പോവുകയെന്ന് ആനും പരിഭ്രമിച്ചു. അവളുടെ ചെറിയ ഒരു ചോറുരുള പോലും യോളം മാത്രം വലിപ്പ ഹൃദയം പേടിച്ചു